ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SIT പരിശോധന. പ്രഭാമണ്ഡലം അടക്കമിളക്കി പരിശോധന ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരെ വിമർശിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. കേരള MG മലയാളം സർവകലാശാല VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. VC-മാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാൻ നിയമമില്ലെന്നും മറ്റ് നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. അത്യന്തം ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പകർച്ചവ്യാധി ഭീതിയിൽ സംസ്ഥാനത്ത് 130 പേർക്ക് ഷിഗല്ലയെന്ന് ആരോഗ്യമന്ത്രി. ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ. ഷിഗല്ല ബാധിച്ച് ഇതുവരെ മരിച്ചത് 3 പേർ. നിപ രോഗബാധിതന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പ്രതിപക്ഷ നേതാവിന് ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഏകോപനത്തിന് നല്ലത് തിരുവനന്തപുരം. രാഷ്ട്രീയമായി ആക്രമിച്ചാൽ കുഴപ്പമില്ലെന്നും കെ മുരളീധരൻ. ഡോക്ടർമാരെയും ആരോഗ്യ ജീവനക്കാരെയും ആക്രമിക്കാൻ അനുവദിക്കില്ല. മുൻ DHS ഡോക്ടർ റീനയെ മാറ്റിയത് സർക്കാരുമായി സഹകരിക്കാത്തതുകൊണ്ടെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ മുതൽ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചു. പദ്ധതിയെ സ്വാഗതം ചെയ്ത് വനിതാ യാത്രക്കാർ. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നടപ്പാക്കിയത് ഏറ്റവും നല്ല കാര്യമാണ്. പെൺപിള്ളേർക്കും എല്ലാവർക്കും പോകാനായിട്ട് നല്ലൊരു സൗകര്യം. ടിനി ടോമിനെതിരെ അൻസിബയുടെ പരാതിയിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ. നടി ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. അമ്മ ജനറൽ ബോഡി യോഗം അടുത്തയാഴ്ച. വിമാനം താഴ്ന്നു പറന്നു. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വീടിന്റെ ഓടിളകി. മേൽക്കൂര തകർന്നത് ശാന്തിനഗർ സ്വദേശി സൈമൺ KGയുടെ വീടിന്റെ. 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ സമാന സംഭവം. ഇന്ത്യ ഫ്രാൻസ് ഭാരത് ഇന്നവേറ്റ്സ് 2026 ഉച്ചകോടിക്ക് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ഉഭയകക്ഷി ചർച്ച നടത്തി. ഉച്ചകോടിയുടെ ലക്ഷ്യം ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ ഇന്ത്യയുടെ അത്യാധുനിക ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ അവതരിപ്പിക്കുക. Innovation 2026 is about more. ഒമാൻ തീരത്ത് മുങ്ങിയ പായ്ക്കപ്പലിലെ 14 ഇന്ത്യക്കാരും സുരക്ഷിതർ. നാവികരെ രക്ഷിച്ചത് US നാവികസേനയുടെ P-8 സമുദ്ര പട്രോളിംഗ് വിഭാഗം. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 MP-മാർ കൂടി വിമതർക്കൊപ്പം. TMC തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് നാളെ കത്ത് നൽകും. പാർട്ടിയിൽ അഴിച്ചുപണി നടത്തി മമത. ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ട്രംപ്. ധാരണ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് തുറക്കും. കരാറിനെതിരെ ഇറാനിൽ പ്രതിഷേധം. സമയം തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കന്നിക്കാരായ കുറസാവോയ്ക്കെതിരെ. പോരാട്ടം രാത്രി 10:30. നെതർലൻഡ്സ് ജപ്പാൻ പോരാട്ടം പുലർച്ചെ. ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ നേരിടും.